ആത്മമിത്രം ആത്മമിത്രം യേശുയൻ ആത്മമിത്രം. ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും ഈ പ്രഭാതത്തിങ്കൽ ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുകയാണ്. വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഈ പ്രഭാതത്തിങ്കൽ ഒരു പ്രാവശ്യം കൂടെ ഈ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ആയിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ 9-ാമത്തെ കൽപ്പനയായിരിക്കുന്ന നിൻ്റെ കൂട്ടുകാരന് എതിരായിട്ട് കള്ളസാക്ഷ്യം പറയരുത്, കള്ളം പറയരുത് എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിലാണ് നാം ചില ധ്യാന ചിന്തകൾ പങ്കിട്ടുകൊണ്ട് ഇരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അതിൻ്റെ 2 യാഥാർത്ഥ്യങ്ങൾ നാം മനസ്സിലാക്കിയുണ്ടായി. ഇന്ന് നമുക്ക് 3-ാമത്തെ യാഥാർത്ഥ്യം അതിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്നത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. A liar forms a bond of communion with Satan. ഒരു കള്ളം പറയുന്ന ഒരു വ്യക്തി സാത്താനുമായിട്ട് ഒരു ബന്ധത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. When you lie, you have come under Satan's influence. നാം കള്ളം പറയുമ്പോൾ നാം സാത്താൻ്റെ സ്വാധീനതയിൽ ആകുകയാണ്. സാത്താനാണ് പിന്നെ നമ്മെ ഭരിക്കുന്നത്, അല്ലെങ്കിൽ സാത്താൻ്റെ നിയന്ത്രണത്തിലാണ് നാം ചെയ്യുന്നത്. ഒരിക്കലും കള്ളം ദൈവത്തിൽ നിന്ന് വരികയില്ല. കള്ളം വരുന്നത് സാത്താനിൽ നിന്ന് ആണ്. അതുകൊണ്ട് നാം കള്ളം പറയുമ്പോൾ നാം സാത്താനെ ഇത് ചെയ്യുകയാണ്, സാത്താനെ നാം പ്രസാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 44-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരമാണ് കാണുന്നത്: നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കൾ, നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കുലപാതകനായിരുന്നു. അവനിൽ സത്യമില്ലായകൊണ്ട് സത്യത്തിൽ നിലനിൽക്കുന്നില്ല. അവൻ ഭോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ ഭോഷ്ക് പറയുന്നവനും അതിൻ്റെ അപ്പനുമാകുന്നു. നോക്കുക, വളരെ ക്ലിയറായിട്ടാണ് പറയുന്നത്. നാം കുറ്റാരോപണം ചെയ്യുകയും നുണ പറഞ്ഞുണ്ടാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നാം നമ്മെ തന്നെ പിശാചുമായിട്ട് ഒരു കമ്മ്യൂണിയനിലേക്ക്, ഒരു ബന്ധത്തിലേക്ക് വരികയാണ്. പിന്നെ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്, ദ തിങ്സ് ഗെയിൻഡ് ത്രൂ ലൈസ് ആർ ഷോർട്ട് ലിവ്ഡ്. കള്ളം പറഞ്ഞ് എന്തെങ്കിലും നാം നേടിയാൽ അത് ഹ്രസ്വമാണ്, താൽക്കാലികമാണ്, അതെന്നും നിലനിൽക്കുകയില്ല എന്ന് വളരെ സ്പഷ്ടമായിട്ട് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സദൃശ്യവാക്യങ്ങൾ 21-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: കള്ളനാവ് കൊണ്ട് ധനം സമ്പാദിക്കുന്നത് പാറിപ്പോകുന്ന ആവിയാകുന്നു, അതിനെ അന്വേഷിക്കുന്നവർ മരണത്തെ അന്വേഷിക്കുന്നു. നോക്കുക, ഒരു ആവി പോലെ ഉള്ളൂ കള്ളം കൊണ്ട് നാം എന്തെങ്കിലും ഉണ്ടാക്കിയാൽ. പ്രിയ വിശ്വാസികളെ, നാം നമ്മുടെ കൂട്ടുകാരുമായിട്ട് ഒന്നിച്ച് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നിലനിർത്തേണ്ടതിന് വേണ്ടി നാം നമ്മുടെ കൂട്ടുകാരെ കുറ്റം പറഞ്ഞും രസിക്കാറുണ്ട അനുഭവങ്ങളാണോ നമുക്ക് ഉള്ളത്? മറ്റുള്ളവർ നമ്മളെ ശ്രദ്ധിക്കേണ്ടതിന് വേണ്ടി നാം മറ്റുള്ളവരോട് കള്ളം പറയുകയും അവരെ കുറ്റാരോപണം ചെയ്യുന്നവരും ആണോ?
A liar, a gossip, or perjury deceives him or herself into believing that God will not hear. നാം കള്ളത്തരം പറയുമ്പോഴും കുറ്റാരോപണം ചെയ്യുമ്പോഴും കുറ്റം പറയുമ്പോഴും നാം നമ്മെ തന്നെ വഞ്ചിക്കുകയാണ്. നാം വിചാരിക്കുന്നത് വലിയവനായ ദൈവം നമ്മുടെ വാക്കുകൾ കേൾക്കുന്നില്ല എന്നാണ്. എന്നാൽ ദൈവം എല്ലാ വാക്കുകളും കേൾക്കുന്നവനാണ്. നാം സങ്കീർത്തനം അതിൻ്റെ 9:7 വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത്, എന്നാൽ യഹോവ എന്നേക്കും വാഴുന്നു, ന്യായവിധിക്ക് അവൻ സിംഹാസനം ഒരുക്കിയിരിക്കുന്നു. അത് ദൈവം ചെയ്യുന്ന ഒരു കാര്യമാണ്. ദൈവം ന്യായവിധിക്ക് വേണ്ടി കാത്തിരിക്കും. ദൈവവചനത്തിൽ വീണ്ടും നാം കാണുന്നത്, നമ്മുടെ വായിൽ നിന്ന് വരുന്നതായ വാക്കുകൾ പലപ്പോഴും വാളിന് തുല്യമാണ്. മറ്റുള്ളവരെ വെട്ടിമുറിക്കുന്ന കാര്യത്തിൽ നാം മുൻപോട്ട് പോകുന്നു. പലപ്പോഴും നാം യഥാർത്ഥ സത്യം എന്ന രീതിയിലാണ് കുറ്റാരോപണങ്ങൾ മറ്റുള്ളവരെ പറയുന്നത്. ദൈവം നമ്മുടെ പാവങ്ങൾ ക്ഷമിച്ചു തരുന്നു. അതുകൊണ്ട് അത് നമ്മൾ ഒരിക്കലും വീണ്ടും പാവം ചെയ്യുവാനും കള്ളം പറയുവാനും ഒരു ലൈസൻസായിട്ട് നാം ഒരിക്കലും അതിനെ എടുക്കരുത്. നാം ഒരു സഹോദരന് എതിരായിട്ട് ഒരു കുറ്റം ആരോപിക്കുമ്പോൾ അത് സാത്താൻ്റെ പിടിയിൽ നിന്നുകൊണ്ടാണ് നാം അങ്ങനെ ചെയ്യുന്നത്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം കാണുന്നത്, സാത്താൻ നമ്മുടെ സഹോദരന്മാരുടെ കുറ്റം ആരോപിക്കുവാൻ തക്കവണ്ണം അവരുടെ അക്യൂസറായിട്ട് അവൻ നിൽക്കുകയാണ്. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇയ്യോബിനെ പറ്റി പറയുന്ന കാര്യങ്ങൾ സെക്കരിയാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യത്തിലും ആ കാര്യം തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ കുറ്റം പറയുകയും കള്ളം പറയുകയും മറ്റുള്ളവരെ ദോഷാരോപണം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നവൻ ബൈബിളിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവനൊരു മൂഢനാണ്. അങ്ങനെയുള്ളവരുടെ മനസ്സ് പതറിപ്പോകുന്ന മനസ്സാണ്. അത് നാം റോമാലേഖനം 1-ാം അധ്യായത്തിലും മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിലും നമുക്ക് ആ കാര്യം കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നാം മറ്റുള്ളവരെ പറ്റി ഒരിക്കലും മോശമായ കാര്യങ്ങൾ നാം സംസാരിക്കരുത്. സങ്കീർത്തനത്തിൽ 15:3, 50-19-20 വാക്യത്തിൽ, സദൃശവാക്യം 6:16 മുതൽ 19 വരെ, യാക്കോബ് 4:11, ഈ വാക്യങ്ങളൊക്കെ നാം വായിക്കുമ്പോൾ അവിടെ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. നാം ഒരിക്കലും അങ്ങനെയുള്ളതായ കാര്യങ്ങൾ ചെയ്യരുത്. നാം മറ്റുള്ളവരെ അന്യോന്യം നാം പകയ്ക്കുകയും അതുപോലെ തന്നെ കുറ്റാരോപണം ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ നാം സാത്താൻ്റെ ജോലി ചെയ്യുന്നവരാണ്. നാം ഒരിക്കലും നമ്മുടെ കൂട്ടു സഹോദരന്മാർക്കെതിരായിട്ട് നമ്മുടെ ഒരു വിരൽ പോലും അനക്കാതെ ഇരിക്കുവാൻ നാം സൂക്ഷിക്കണം. പിന്നെ നാം കാണുന്നത്, എ ലയർ ക്യാൻ സംടൈംസ് ഡിസീവ് വിത്ത് എലോക്വൻറ്റ് സ്പീച്ച്. ഒരു കള്ളന് പലപ്പോഴും വാചാലമായി സംസാരിക്കുന്നത് കൊണ്ട് മറ്റുള്ളവരെ വഞ്ചിക്കുവാനായിട്ട് സാധിക്കും.
ആ രീതിയിലൊരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ തക്കവണ്ണം നാം സൂക്ഷിക്കണം. നാം സങ്കീർത്തനം 55-21 വാക്യത്തിൽ ഇപ്രകാരമാണ് വായിക്കുന്നത്: അവൻ്റെ വായ് വെണ്ണ പോലെ മൃദുവായത്, ഹൃദയത്തിലോ യുക്തമത്രേ. അവൻ്റെ വാക്കുകൾ എണ്ണയേക്കാൾ മയമുള്ളവ, എങ്കിലും അവ ഊരിയ വാളുകളാകുന്നു. നോക്ക്, പലപ്പോഴും നാം ഈ രീതിയിൽ സംസാരിക്കും, പക്ഷേ അതൊരു വാള് പോലെയാണ് വെളിയിൽ വരുന്നത്. അത് ഒരു സാത്താൻ്റെ ഒരു തന്ത്രമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മത്തായിയുടെ സുവിശേഷം 24:24 നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: അന്ത്യകാലത്ത് കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് വന്ന് വൃതന്മാരെ പോലും തെറ്റിപ്പിക്കും അവരുടെ വാക്കുകൾ മുഖാന്തരമായിട്ട് എന്ന് നാം ദൈവവചനത്തിൽ വായിക്കുന്നു. നാം യാക്കോബിൻ്റെ ലേഖനം 1-ാം വാക്യത്തിൽ നാം കാണുന്നത്, മറ്റുള്ളവർ നമ്മെ വഞ്ചിക്കാതിരിപ്പാൻ തക്കവണ്ണം, വഞ്ചനയിൽ നാം അകപ്പെടാതിരിപ്പാൻ തക്കവണ്ണം എപ്പോഴും ദൈവവചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരായിരിക്കണം. അങ്ങനെ നാം ചെയ്യുമ്പോൾ സാത്താൻ്റെ ഏജൻറ്റുമാരായി നിന്നുകൊണ്ട് നമുക്ക് സാത്താന് വേണ്ടി കുറ്റങ്ങളാരോപണവും കള്ളത്തരവും പറയുവാൻ ഇടയാക്കുകയില്ല. അതുകൊണ്ട് ഈ വചന മുഖാന്തരം വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. നാം സാത്താനുമായിട്ട് ഒരു ബന്ധം പുലർത്താതെ, കള്ളം പറഞ്ഞ് സാത്താനുമായിട്ട് ബന്ധം പുലർത്താതെ, സത്യം പറഞ്ഞ് സാത്താനുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് വലിയവനായ ദൈവമായിട്ടുള്ളൊരു ബന്ധത്തിലേക്ക് പോകുവാൻ ഈ വചന മുഖാന്തരം വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആത്മമിത്രം ആത്മമിത്രം